ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ മിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്തെ ഇഷ്ടം പോലെ നമ്മുടെ സുന്ദരിയായാലും പിന്നെ മഞ്ഞിയായാലും പിന്നെ രണ്ട് നായ്ക്കുകളും കൂടി വരുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് വാലടച്ചിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ്. അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പൊ ഞാൻ ചോറ് വെച്ചു, സാമ്പാറ്, മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ വെണ്ടക്കായൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ. പിന്നെ ചീര, നമ്മുടെ കഴുതായ്മയും മുരിങ്ങേറിയും കൂടിയിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിപ്പിണ്ടി ഉപ്പേരി വെക്കുന്നുണ്ട്. അപ്പൊ ഉണ്ണിപ്പിണ്ടി നന്നാക്കിയിട്ടില്ല. ഞാൻ ഇതിന്റെ ഒരു തിരക്കിലായ കാരണം ഇനി അത് നന്നാക്കാൻ പോണേ. ഇഷ്ടം പോലെ പണികളൊക്കെ എടുക്കാണ്. പിന്നെ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശമാവ് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. എന്തോരം പണികളല്ലേ ദിവസവും നമ്മള് വിചാരിക്കുമോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട്. ജോലിക്ക് പോകുന്നവർക്ക് അതിനുള്ള സമയമായില്ലല്ലോ. അപ്പൊ അടുക്കള പണി അത്ര വലിയ പണിയൊന്നുമല്ല, എന്നാലും നമുക്ക് സംബന്ധിക്കുമ്പോ ഒരു സടപടയാവുമ്പോ നമ്മളൊരു ദിവസം മൊത്തം പണിയെടുക്കുന്നത് ഒരു 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഇന്ന് അമ്പലത്തിൽ പോയി. മഴ പെയ്തില്ല, പക്ഷെ ഒരു മൂടിയ കാലാവസ്ഥ, നല്ല സുഖമുള്ള കാലാവസ്ഥ, നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ അപ്പൊ അങ്ങനെ വിസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിസിൽ പോകുമ്പോഴാണ് നമുക്കൊരു സമാധാനം. ചോറായി, കൂട്ടാനായി എന്നൊക്കെ നമുക്ക് മനസ്സിലാവാം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഞാനേ നായ്ക്കുട്ടികളെ കാണിച്ചു തരാം. ഇതൊക്കെ അവിടെ വന്നിരിക്കുന്നേ. നോക്കേ, സുന്ദരി പൊട്ടി കുത്തിയിട്ടുള്ള എന്റെ ചുണ്ടടി മോള്. സുന്ദരി വാ 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 വാ. അപ്പൊ അവള് വേറെ സ്വഭാവം. അവള് അങ്ങോട്ട് പോയപ്പോ വാ. ഞാൻ ഇതിനിട്ട് കൊടുത്ത സുന്ദരിക്കുന്നുണ്ട്. അതിനിട്ട് കൊടുത്ത പാപ്പു കഴിച്ച് ആരൊക്കെ കളിക്കുക. ഇവര് ഭയങ്കര ഫ്രണ്ട്സാ. ഇന്നലെ ഞാൻ വന്നപ്പോ ഞാൻ അവര് ഭയങ്കര ഫ്രണ്ട്സാ. നിനക്ക് ഞാൻ ബിസ്ക്കറ്റ് തരുന്നതല്ലായിരുന്നു. അയ്യോ, ആടാ അവര് കയ്യിൽ നിന്ന് മാന്തി തിന്നണത് എന്തുവാടാ. ഞാന് ഇട്ട് കൊടുക്കുന്നത് മൊത്തം അവര് തല്ലൂടാ. എന്താ പറയാ, നായ്ക്കള് നൈറ്റ് കൊടുക്കുന്നുണ്ട്. എന്താ പറയാ, നമ്മളുടെ ബിസ്ക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവര് അങ്ങോട്ടേക്ക് തല്ലൂടാണോ വളർത്തുന്നത് പോകുന്നു. അപ്പൊ എന്നെ ചീത്ത പറയുന്നത് ഈ അങ്ങോട്ട് ഇട്ട് കൊടുക്കാത്ത കാര്യമാണ്. പൂച്ചകളാണ് അതിലേറെ അത്. ചേട്ടൻ ചീത്ത പറയാനുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിടണം. തോരനൊക്കെ വെക്കാലോ എന്ന് വിചാരിച്ച് വേഗം തോരൻ വെക്കട്ടെ. തോരൻ ഊറ്റിവെക്കാൻ മറന്നുപോയി. ഞാൻ ആ ഒരു തിരക്കിലാണ് ഊറ്റാനായിട്ട് പോയി. മുരിങ്ങയില, മുരിങ്ങയിലും കഴുതായ്മയും കൂടിയിട്ടാണ് കേട്ടോ തോരൻ വെക്കുന്നത്. ഞാൻ എപ്പോഴും വീഡിയോ ഓൺ ചെയ്തിട്ട് അപ്പൊ എന്തെങ്കിലും വീഡിയോ ആക്കാനും ക്യാമറ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഓണാക്കാനും ഓഫാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇടയ്ക്കിടയ്ക്ക് ഏരിയയില്. അപ്പൊ അതാ നമ്മുടെ കഴുതായും മുരിങ്ങയിലും കൂടിയുള്ള തോരൻ സെറ്റ് ആയിട്ടുണ്ട്. വിജയിച്ചിരിക്കുന്നുണ്ട് പാചകം. ഇത്ര അതേ നമുക്ക് ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു ഇല
ഇട്ടിട്ടുള്ള സംഭവം നമ്മൾ കഴിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ അതും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം. ഞാൻ പാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് വെണ്ടക്കായ വഴറ്റാനും വേണ്ടിയില്ലേ വെണ്ടക്കായ വഴറ്റാനുണ്ടല്ലോ. എന്നിട്ട് വേണം ഇത് ചെയ്യാം. വെണ്ടക്കായ ഒന്ന് നന്നാക്കട്ടെ ഞാൻ വേഗം. എന്നിട്ട് ഉപ്പേരി വേവിക്കാൻ മതിയെന്ന് വെച്ചിട്ടാ. സാമ്പാറിലേക്കുള്ള കാര്യമാണെന്ന് പറയുന്നല്ലേ ഉപ്പേരി വേവിക്കാം. ചില വെണ്ടക്കായ മൂത്തതാണ്. ഇത് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ മേടിച്ചതാണ് കേട്ടോ. ഈ വെണ്ടക്കായ ഇൻസ്റ്റാമാർട്ടിൽ നല്ല ലാഭത്തിന് കിട്ടിയപ്പോൾ മേടിച്ചതാണ്. പിന്നെ ഉണ്ണിപ്പിണ്ടിയും അത് തന്നെയാണ് മേടിച്ചത്. പക്ഷേ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വന്നു. ഞാൻ കുറച്ച് ദിവസം വൈകി, 2 ദിവസം വൈകി. കുഴപ്പമില്ല, അതിന് വലിയ കുഴപ്പമില്ല. അതൊക്കെ ഞാൻ എനിക്കിപ്പോൾ വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ ഒരു 4 കൊണ്ടിട്ട് വലിയ കാര്യമില്ല. കഷ്ണങ്ങൾ പിന്നെയൊക്കെ കേടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ 4 കൂടി കഴിച്ചിട്ട് കൊടുക്കാം സാമ്പാറിലേക്ക്. സാമ്പാറിലേക്ക് എന്നിട്ട് ദോശയ്ക്ക് കൂടി വേണം. അപ്പോൾ ദോശയ്ക്ക് കൂടിയിട്ടായിട്ടാണ് ഞാൻ സാമ്പാർ റെഡിയാക്കണേ. നിങ്ങൾക്ക് നാളികേരം ഇല്ലാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഫുട്ബോൾ കളി വന്നതിന് കുറച്ച് മടിയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കെട്ടിയവന്. അപ്പോൾ അത് കാരണം ക്ഷീണം കൂടുതലാണ്. സാമ്പാർ സെറ്റായിട്ട് സാമ്പാറിൻ്റെ പേര് സാമ്പാറൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ വെണ്ടക്കായും കൂടി ചേർത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഏറ്റവും വലിയൊരു അപകടം പറ്റിയിട്ടുണ്ട്. വെണ്ടക്കായ വേവിക്കുന്നതിനൊക്കെ കുറച്ച് പുളിവെള്ളം വേവിക്കേണ്ടി വരും. വെണ്ടക്കായ വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാനായിട്ട് മറന്നു വരുന്നുണ്ട് സാമ്പാറിൽ. തിരി മതി. ഇത്തിരി പുളി വേണം സാമ്പാറിൽ. എനിക്ക് വേവിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാനതങ്ങ് മറന്നുപോയി. ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇട്ടേക്കുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് തിളപ്പിച്ചാൽ മതിയല്ലോ. കൂട്ടാനൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടക്കായ ഒന്ന് വഴറ്റിട്ട് അറിയാം. അതെ, അത് തിരക്ക് സാമ്പാറൊക്കെ വെക്കൽ കഴിഞ്ഞു കേട്ടോ. ഉണ്ണിപ്പിണ്ടി ഇതാ അപ്പുറത്ത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തോരൻ വെക്കലും ഇതൊക്കെ. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കണം. ദോശയും സാമ്പാറാക്കാമെന്ന് വിചാരിച്ചിരുന്ന. അപ്പോൾ ദോശ ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ ഒരു തിരക്കിലേക്ക് ആയിട്ടോ. പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ആയി പോവുമല്ലോ. അപ്പോൾ ദോശ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഏട്ടന് ഫുഡ് കൊടുക്കുക, എനിക്ക് കൊടുക്കുക. എനിക്ക് ഇന്ന് പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.